ഹായ് ഗൈസ്, അപ്പം നമ്മളൊരു പുതിയൊരു അൺബോക്സിങ് വീട്ടിലേക്ക് സ്വാഗതം. ഇത് അൺബോക്സിങ് ഒരു ഫിഷാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ബാംഗ്ലൂരിലേക്ക്. അപ്പം 2 വെറൈറ്റി ഗപ്പീസാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ഓർഡർ ചെയ്തതാണ്. അപ്പം ഈ പ്രാവശ്യം ഇച്ചിരി ലേറ്റായി സംഭവം കൈ കിട്ടിയപ്പം. ഫുൾ ടെൻഷനോടുകൂടിയായിരുന്നു തുറന്നത്. എങ്ങനെയായിരിക്കും കിട്ടുക, ജീവനുണ്ടാവുമോ ഇല്ലയോ, വല്ല പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയോ. എന്തായാലും പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പാക്ക് എടുത്തപ്പം ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 2 വെറൈറ്റി ഗപ്പിനാണ് ഓർഡർ ചെയ്തത്. ഒന്ന് ആൽബിനോക്കോയും പിന്നെ ഒന്ന് നമ്മുടെ HB ബ്ലൂ ഗള്ളി റിബണും എന്നൊരു വെറൈറ്റി. അപ്പം കേരളത്തിലെ ഒരു ഫാമിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം എന്തായാലും തുറന്നു നോക്കാം എങ്ങനെയാണ് അവസ്ഥ, സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നല്ലൊരു പാക്കിങ് തന്നെയായിരുന്നു. അവർ ഒരു വലിയ കവറിൻ്റെ ഉള്ളിലാണ് എല്ലാ മീനിനെയും വെച്ച് പാക്ക് ചെയ്തത്. അപ്പം അതിൻ്റെ കൂടെ 2 പ്ലാന്റ്സും കൂടെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 2 ഫോക്സും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് മീനിനെ. എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് അൺബോക്സ് ചെയ്തിട്ട് ഓരോ മീനുകളെ കാണിച്ചു തരാം എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇതാണ് ഗള്ളി റിബൺ, ഒരു റിബൺ ടൈപ്പ് വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നല്ല ഫിഷസ് എങ്ങനെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാണ് കൈ കിട്ടുന്നത്. അപ്പോൾ ഇത് ഗള്ളി റിബണിൻ്റെ മെയിലാണ്. കുഴപ്പമൊന്നുമില്ല, ലൈക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പാക്കിങ് പെർഫെക്റ്റാണ്. ഇത് ആൽബിനോക്കോയുടെ ഫീമെയിൽ. അത്യാവശ്യം ജുനലൈസ് സൈസാണെന്ന് തോന്നുന്നു. വലിയ പാരൻറ്റ് സൈസ് എല്ലാം തോന്നുന്നു കണ്ടിട്ട്. ഞാൻ പാരൻറ്റ് സൈസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞത്, പക്ഷേ കിട്ടിയത് ഇച്ചിരി ചെറിയവരായിപ്പോയി. ഇത് ഗള്ളി റിബണിൻ്റെ ഫീമെയിൽ. ഇനി അടുത്തതുള്ളത് നമ്മുടെ ആൽബിനോക്കോയുടെ മെയിൽ. അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും എല്ലാം ഫുൾ അൺബോക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഡബിളിടണം. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ പ്ലാന്റും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ മീനുകളെല്ലാവരെയും ടബിലോട്ടിട്ടുണ്ട്. ഇതാണ് ഗള്ളി റിബണിൻ്റെ പെയർ. ഫോക്സ് ടെയിലൊക്കെ ഇട്ട് ചെറിയൊരു ഡബിൽ അവർ സെറ്റാക്കിയിരിക്കാൻ കുറച്ച് ലൈഫ് ഫുഡൊക്കെ കൊടുത്തൊന്ന് പോകുന്നതിലേ ഉള്ളൂ, സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഗള്ളി റിബണിൻ്റെ വെറൈറ്റി. ഇതാണ് അവരുടെ വ്യൂ, മോൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ. ഇത് നമ്മുടെ ആൽബിനോക്കോയി. ഇപ്പം 2 സെപ്പറേറ്റ് ഡബിലിട്ടു, കാരണം വേറെ ക്രോസ് ബീഡ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഇനി ലൈഫ് ഫീഡൊക്കെ കൊണ്ടൊന്ന് സെറ്റാക്കി എടുക്കണം. കുറച്ച് ടയേർഡാണെന്ന് തോന്നുന്നു, കാരണം ഇത്രയും ദിവസം ട്രാവൽ ചെയ്തൊന്നുകൊണ്ട്. ഇതിന് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടാതെ നമ്മുടെ ഉള്ള വേറെ വെറൈറ്റിയാണിത്. നമ്മുടെ ഗ്ലാസ് ബെല്ലിൻ്റെ കുട്ടികളാണ്. ഇതിപ്പോൾ സെയിലിനായിട്ടില്ല. സെയിലിനാകുമ്പോൾ ഞാൻ പറയാം. ലൈക്ക് ഞാൻ എന്തായാലും എല്ലാ ഫിഷിനെയും ഓൾ ഓവർ ഇന്ത്യ സെയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളിൽ വേറെ വെറൈറ്റി ഉണ്ട്, അതാണ് ക്രാബ് ഫിഷ്. അപ്പം ഇവരെ ഞാൻ ട്രൈ ചെയ്ത് ഇവരെ കാണിക്കാൻ വേണ്ടി, പക്ഷേ എല്ലാവരും പൈപ്പിനുള്ളതാണ്. ഒരു പെയറുണ്ട്, ഒരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ അവരും സെറ്റാവും പെട്ടെന്ന്. അതിൻ്റെ കൂടെ എന്താ നമ്മളിപ്പം കറൻ്റ്ലി സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ വണ്ട ബേബീസാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ബ്രീഡ് ചെയ്താണ് വീട്ടിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബേബീസ് ഓൾറെഡി അവൈലബിൾ ആണ് സെയിൽ ചെയ്യാൻ. അപ്പോൾ വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്യാം.